ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ അജ്മാൻ എന്ന എമിറേറ്റിലാണ്. ഒരു ജോലി എന്ന സ്വപ്നവുമായി പ്രവാസ ജീവിതം ആരംഭിക്കുന്ന നമ്മുടെ മലയാളികൾ അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും പിൽക്കാലത്ത് ഒട്ടനവധി വ്യവസായ സംരംഭങ്ങൾക്കും ബിസിനസ് സംരംഭങ്ങൾക്കും കാരണമാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഉറ്റവരെയും ഉടയവരെയും വേർപിരിഞ്ഞ് ഈ മണലാരണ്യത്തിലേക്ക് ജീവിതം നയിക്കപ്പെട്ട ഒരു കൂട്ടരെയാണ് നമ്മൾ പ്രവാസം അല്ലെങ്കിൽ പ്രവാസികൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നും ഏതാണ്ട് 28 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ മുസമ്മിൽ, അതുപോലെ തന്നെ 25 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്ന് തന്നെ ഇവിടെ വന്ന് പ്രവാസ ജീവിതം ആരംഭിച്ച മുഹമ്മദ് ഹാരിസ്. ഈ രണ്ടുപേരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സമീറ ഇലക്ട്രിക്കൽസിൻ്റെ മാനേജിംഗ് പാർട്ട്നേഴ്സാണ് രണ്ടുപേരും. സന്തോഷം. കണ്ണൂരാണ് നമ്മുടെ ജന്മദേശം. കണ്ണൂരിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഒരു സെഗ്മെൻറ്റ് അത് തന്നെയാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഘടകം എന്ന് പറയുന്നത് ബാല്യകാലം അല്ലെങ്കിൽ അയാൾ ജനിച്ച ജന്മദേശം. കണ്ണൂരും ആ സൗഹൃദവും ഒക്കെയാണ് നമ്മളെ പിൽക്കാലത്ത് ബിസിനസ് രംഗത്തേക്ക് വരുമ്പോഴും നമുക്ക് പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ കണ്ണൂരും ആ ജന്മദേശവും സ്വാധീനിച്ചിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിൽ 19 വർഷമേ കണ്ണൂരായിട്ടുള്ള ബന്ധമുള്ളൂ. 19ാമത്തെ വയസ്സിൽ നാട് വിടുക. ഓട്ടോ ഓടിച്ചിരുന്നു, കാറ് ഓടിച്ചിരുന്നു. വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ടാക്സി സ്റ്റാൻഡ്. അവിടുന്ന് ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടത്തേക്ക് വരുന്നത്. രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. ഒന്നിച്ച് കളിച്ച് സ്കൂളിൽ മദ്രസയിൽ ഒന്നിച്ചിട്ട് കളിച്ചോളാം. എത്രത്തോളമാണ് ഹാരിസ്ക്കാക്ക് ഈ കണ്ണൂരും അവിടുത്തെ ജന്മദേശവും സ്വാധീനിച്ചിട്ടുണ്ട്? ശരിക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് എനിക്ക് ഉപ്പാക്കാട് ഹോട്ടൽ ഉണ്ടായിരുന്നു കണ്ണൂർ സിറ്റിയിൽ. അവിടെയായിരുന്നു പിന്നെ സ്കൂളിന് ശേഷമുള്ള ജീവിതം. ഒരു 8-9 വർഷം അവിടെ ആയിരുന്നു. കണ്ണൂർ സിറ്റിയിൽ തന്നെ അത്താഴ കമ്മിറ്റി എന്ന് പറഞ്ഞൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അതിപ്പോഴും നല്ല വിപുലമായിട്ട് നടത്തുന്നുണ്ട്. അതിലൊക്കെ നല്ല സജീവമായി നിൽക്കുന്ന സമയത്താണ് ഇവിടെ വന്നത്. ആദ്യം വരുന്നത് മുസമ്മലിക്കാണ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. എന്തെന്ന് പറഞ്ഞാൽ മൂത്ത മകനാണ്. പിന്നെ താഴെ 6 സഹോദരന്മാരുണ്ട്. നല്ലൊരു വീടില്ല. ഉപ്പാക്കത്തെ നിർബന്ധം ഗൾഫിൽ പോകണം. ഉപ്പാക്ക് എന്ത് ജോലി? ഹോട്ടലാണ്. ഞാൻ അവിടെ തന്നെ ആയിരുന്നു. ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഗൾഫ് രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഈ ഗൾഫ് രാജ്യത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഓർമ്മയുണ്ടോ ആ വർഷം? 1991 ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുന്നു. ആദ്യം ബോംബെ ചെന്നു, അതോ ബോംബെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ രണ്ടുപേരും തന്നെ ഇന്ന് ഒരു ബിസിനസ്സിൽ 4-5ഓളം ബിസിനസ് സംരംഭങ്ങൾ ഇവിടെ ഉണ്ട്, UAE-യിലുണ്ട്. അതിൽ രണ്ടുപേരും ഒരേപോലെ പാർട്ണർഷിപ്പ്. രണ്ടുപേരുടെയും ഒരു കെമിസ്ട്രി എന്താണ്? കാര്യം ആ സൗഹൃദത്തിന്റെ കെമിസ്ട്രിയാണ് ഞാൻ ചോദിക്കുന്നത്. വിശ്വാസം, പരസ്പര വിശ്വാസം. അവൻ എന്നെ വിശ്വാസം, അതുപോലെ എനിക്ക് അവനെ വിശ്വാസം. പരസ്പരം മനസ്സറിയാൻ തന്നെ പറയാം. ആണ് എന്റെ സത്യം എന്ന് പറയാ. എന്റെ മുഖമാറ്റം കാണുമ്പോൾ അവന് മനസ്സിലായി എന്റെ എന്താ പ്രശ്നം ഉണ്ടെന്ന്. അതുപോലെ നേരെ മറിച്ചാണ്. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ സഹോദര ബന്ധങ്ങൾക്ക് പോലും ഇത്ര മൂല്യമില്ലാതിരിക്കുന്ന ഈ സമയത്ത് ഇത്രത്തോളം ആത്മബന്ധം എങ്ങനെ സ്ഥാപിക്കാൻ സാധിച്ചു? എന്നാൽ പണത്തിനല്ല നമ്മളെ മൂല്യം കാണുന്നത്. അതാണ് സത്യം. ആ ബന്ധം തകരരുത്. മെയിനായിട്ട് ഈ ബന്ധം തുടക്കത്തിൽ തന്നെ തെറ്റിക്കാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. ബന്ധുക്കളായിട്ടും പല ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അത് കെട്ടുറപ്പിച്ച് പോകാനുള്ള ഒരൊറ്റ ഒരു രണ്ടാമതൊരു ധാരണ. പൈസ ഇല്ലെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞാൽ ബിസിനസിൻ്റെ എല്ലാം മെയിൻ. നമ്മുടെ ഈ ബന്ധം തകരരുത്. ഈ രണ്ടാള് ബിസിനസ് പാർട്ണർഷിപ്പ് ആണെങ്കിലും തീരുമാനം ഒരാളതാണ്. ആരാണ്? ഒരാളുടെ ഹാരിസിന്റെ തീരുമാനം. അതങ്ങ് വിട്ടുകൊടുത്തിരിക്കും. അത് ഓൻ്റെ തീരുമാനമാണ് അന്തിമ തീരുമാനം എന്ത് കാര്യത്തിന്. UAE-ൽ ഇല്ല, ഔട്ട്സൈഡ് എങ്കിൽ മാത്രമേ ഞാൻ കൈകാര്യം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മദേശമാണ്. ആ ജന്മദേശത്തിലെ നമ്മുടെ ജീവിത ശൈലി, അതായത് അതാണ് എപ്പോഴും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ധൈര്യം നൽകുന്നത്. എങ്ങനെയായിരുന്നു ആ ബാല്യകാലം? ചെറുപ്പത്തിലെ എല്ലാ പണിയും എടുക്കുമായിരുന്നു. സ്കൂളിൽ പോകും, എന്ത് പണി കിട്ടിയാലും കൂലി ആയാലും എടുക്കുമായിരുന്നു. അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. അതെ.
പക്ഷെ ഇപ്പൊ വളരെ ചെറുപ്പത്തില് ചെറുപ്പത്തിൽ 8 വയസ്സുള്ള ഒരു മനുഷ്യൻ. കുടുംബത്തില് മൂത്തത് ഞാനാണ്. അപ്പൊ ബാക്കി താഴെ, ബാക്കി എല്ലാവരും താഴെയാണ്. ഇവിടെ ഏറ്റവും വലിയ സമാനത രണ്ടുപേരും തമ്മിൽ, രണ്ടുപേരും കുടുംബത്തിലെ മൂത്ത അംഗങ്ങളാണ്. അതാണ് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ, കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കാൻ തയ്യാറായതാണ്. കുടുംബത്തിന് വേണ്ടി തന്നെ ജീവിതത്തിന്റെ മുക്കാഭാഗങ്ങളും ജീവിച്ചത് എൻ്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ആണ്. ആദ്യം എങ്ങനെയായിരുന്നു ഇവിടെ വന്ന് തുടക്കത്തില്? ഇന്നത്തെ കാലത്ത് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. മുസമ്മില്ല പറയട്ടെ, കാരണം ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഷാർജയില് അല്ല, ദുബൈയിലെ വന്നത് അജ്മാന്റെ വിസയെന്ന്. അജ്മാനിലെ അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുടക്കം. ഏത് വർഷമാണ് വന്നത്? 1986. ഏത് മാസം? ജൂണിൽ. നല്ല ചൂടുള്ള സമയം. നല്ല ചൂടുള്ള സമയമായിരുന്നു. 3 വർഷം കഠിനാധ്വാനം ചെയ്തു. പക്ഷെ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് സമ്പാദിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ്. അവിടെ നിന്നാണ് പിന്നെ ഞാൻ പണി മാറി ഷാർജയിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. പട്ടിണി കിടന്നിട്ടുണ്ട്. പട്ടിണി എടുക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിസ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ രാത്രി കഴിക്കില്ല. പക്ഷെ ഉണ്ടായിരുന്നു, എൻ്റെ സ്നേഹിതൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ഒരു നേരം കഴിക്കും. ഹാരിസക്ക വരുന്നത് 5 വർഷം കഴിഞ്ഞാണ്, 2001. തുടക്കവും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തന്നെയായിരുന്നു. ബുദ്ധിമുട്ട് അങ്ങനെയല്ല. ഞാൻ നേരെ വരുന്നത് ഒരു മെയിനേജ് ഷോപ്പിലായിരുന്നു. ഈ ഇലക്ട്രിക്കൽ, എനിക്ക് ഇലക്ട്രിക് ഫീൽഡിംഗ് ഒന്നായിട്ടൊന്നും അറിയില്ല. മെയിനേജ് ഷോപ്പായിരുന്നു. അപ്പോൾ അവർ ഔട്ട്ഡോറിനെ പുറത്തയക്കാം, നല്ല ചൂടായതുപോലെ. അന്ന് ഇവിടുത്തെ പൈപ്പൊക്കെ ഇരുമ്പിൻ്റെ പൈപ്പാണ്, വാട്ടറിനൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ട് ഇങ്ങനെ ത്രെഡ് എടുക്കുക. അപ്പോൾ ഒന്ന് ആരോഗ്യമില്ല. ആകെ ഒരു 44 കിലോ കണ്ട ഉള്ളത് വരുമ്പോൾ. പക്ഷേ എത്രാമത്തെ വയസ്സ്? വരുന്നത് 18 വയസ്സ്. 18 വയസ്സ്. ആ മെയിനേജ് ഷോപ്പ് ഞാൻ തന്നെ സെയിൽസ് ആക്കിയിട്ട് മാറ്റിയത്, ട്രേഡിംഗ് ആക്കിയിട്ട് മാറ്റി. ഞാൻ അവിടുത്തെ സെയിൽസ്മാനായി, പിന്നെ ഡ്രൈവറായി, ഔട്ട്ഡോർ ഡ്രൈവറായി ജോലി ചെയ്തു. എന്നിട്ട് ആ സ്ഥാപനത്തിൽ മാനേജറായി. എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ സ്ഥാപനം പുതിയ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് എന്തായി, ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇലക്ട്രിക്കൽ ഷോപ്പിന്റെ A to Z കാര്യങ്ങൾ ഹാരിസക്ക പഠിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഡ്രൈവറുടെ കാര്യങ്ങളോ അല്ല സെയിൽസ്മാൻ്റെ കാര്യങ്ങളോ എല്ലാവരും എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും അറിയാം. അതിന്റെ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എനിക്കറിയാം. നമ്മൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ്. നമ്മൾ സ്ഥാനത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവർ പെങ്ങളുടെ കല്യാണത്തിന് നമ്മൾ ഒരു നല്ലൊരു സംഭാവന നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്നും കൊടുത്തിട്ട് ഇപ്പം കൊടുക്കുന്നുണ്ട്. ആ സ്റ്റാഫിന്റെ പെങ്ങളുടെ കല്യാണം വരെ നല്ലൊരു തുക, ചെറിയ തുകയൊന്നുമില്ല. അത് അഡ്വാൻസോ അല്ലെങ്കിൽ ഇതിന്ന് ലോണായിട്ടൊന്നുമല്ല, കമ്പനിയുടെ കിട്ടണായിട്ട് നമ്മുടെ വീട്ടിലെത്തിയിരിക്കും. നല്ലൊരു തുക ഉണ്ടാവും. അത് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ദാനം ചെയ്യുമോ നമ്മൾ അതിൽ വന്നാണ്, അതിനേക്കാളും അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ അതേപോലെ അധ്വാനിച്ചിട്ട് വന്നവര്. ഞങ്ങൾ ഉദ്ദേശിക്കപ്പെട്ട ഞങ്ങളിപ്പം ജോലി ചെയ്യുന്നവര് ഞങ്ങൾ കഷ്ടപ്പെട്ട മാതിരി വരാൻ പാടില്ല എന്നുള്ളത്. 2001 ഹാരിസക്ക ഇവിടെ വന്നു. എങ്ങനെ കണ്ടുമുട്ടി? ദുബായിൽ നിൽക്കുന്ന ആളുടെ? നമ്മൾ ദുബായിലല്ല, ഞാൻ ഇവിടെ എത്തുന്ന സമയത്ത് എമിഗ്രേഷനിലായിരുന്നു. എമിഗ്രേഷനിൽ 15 വർഷം ജോലി ചെയ്താ. 19 വർഷം എമിഗ്രേഷനിൽ ജോലി. ഈ ഷാർജയിൽ അജ്മാലിൽ ഞാൻ അജ്മാലിൽ തന്നെ. ഞാൻ വണ്ടി കൊണ്ട് പോകും, നിർത്തി പിന്നെ അടുത്ത് പോകും, കാണും. അവിടെ നമ്മൾ പരസ്പരം ഒരു സൗഹൃദം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അല്ല, അങ്ങനെയല്ല, സ്റ്റാർട്ട് ചെയ്തെന്നൊരു അവസരമായിരുന്നു അത്. അപ്പം ഞാൻ ഇവിടെ ജോലി എൻ്റെ സ്ഥാപനത്തിലും വരും, ഞാൻ ജോലി സ്ഥാപനത്തിലും വരും. ഇവൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഇവനെ അറിയാം, എൻ്റെ പ്രാരാബ്ദം, എനിക്ക് എൻ്റെ പ്രാരാബ്ദം. ഇവൻ പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങിക്കൂടെ, ഞാൻ നല്ലൊരു അറിവ് എനിക്ക് തരാം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്കെല്ലാ കഴിവുമുണ്ട്. കാരണം ആ ജോലിയുടെ സ്ഥാപനത്തിൽ ഞാനേ ഫുള്ള്. പക്ഷെ എനിക്ക് അതിൻ്റെതായ ഇതൊന്നുമില്ല, ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ അവനോട് പറഞ്ഞു വേണ്ട, നമ്മൾ കൊണ്ടുവന്നവരല്ലേ, നടക്കട്ടെ. അങ്ങനെ വിട്ടു. ഞാനൊരു 8 വർഷം സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഞാൻ ക്യാൻസലാക്കി നാട്ടിൽ പോയ സമയത്ത് ഇവൻ അറിഞ്ഞിട്ടുണ്ടെന്നാണ് പോകുന്നത്. ഒന്നൊരു തീരുമാനമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ബിസിനസ് തുടങ്ങണോ അങ്ങനെ യാതൊരു തീരുമാനം ഇല്ലാതെ അങ്ങനെ പോയി. അപ്പോൾ എന്നെ വിളിക്കും, നീ എന്ത് പരിപാടി വരുന്നില്ലേ? നമ്മൾ വരാൻ വെയിറ്റ് ചെയ്യാൻ 2 വർഷം നാട്ടിൽ വന്നു. 2 വർഷം ബിസിനസ് നാട്ടിലോ? ഇല്ല, ഒന്നുമില്ല, വെറുതെ എന്തെങ്കിലും കിട്ടുന്ന ചെറിയൊരു ജോലിയൊക്കെ ചെയ്യും. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവന് ഇവിടെ ഒരു 4 പേരെ സംഘടിപ്പിച്ചു വെച്ചു എനിക്ക് വേണ്ടിയിട്ട്. ഇവന് പരിചയത്തിലുള്ള 4 പേര്. 4 പേരോട് പറഞ്ഞാൽ നല്ലൊരാളുടെ എൻ്റെ ഫ്രണ്ടാണ്, ബിസിനസ് ഫുള്ളായിട്ട് അറിയാം, അവൻ ബിസിനസ് ചെയ്യും, അവനൊരു വർക്കിംഗ് പാർട്ട്ണറായിട്ട് കൂട്ടിക്കും, നിങ്ങൾ 4 പേര് പാർട്ട്ണർ ഒന്നും ചെയ്യേണ്ട, ബാക്കി അവൻ ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് തരും. അതിന് എനിക്ക് വിസിറ്റിംഗ് കിട്ടും. വിസിറ്റിംഗ് കിട്ടിയ സമയത്ത് എനിക്ക് കുവൈത്തിൽ നിന്നൊരു വിസ വന്നു. അപ്പോൾ 2 വിസ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇവിടെ കുവൈത്തിലെ പക്ക എന്ന് 2 കൊല്ലം ജോലി കമ്പനി വിസ സെയിൽസ്മാനായിട്ട്, ഇത് വിസിറ്റിംഗ് വിസ. അപ്പോൾ എൻ്റെ ഉപ്പാനോട് ഉമ്മയുടെ അഭിപ്രായം ചോദിച്ചു. ഉപ്പാൻ്റെ ഉമ്മ ലാപ്ടോപ്പിൽ മുസമ്മിൻ്റെ അടുത്ത് പോകണം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു നമുക്ക് 2 പേർക്കും കൂടി തുടങ്ങാം, നഷ്ടപ്പെട്ട് നമുക്ക് 2 പേർക്കും നയിച്ചിട്ട് വിടാം.
റബ്ബ് മേലെ. അങ്ങനെ 10,000 ദിറംസ് വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും തുടങ്ങിയത് സമീറ ഇലക്ട്രിക്കൽസ്. ഫാമിലി. ഇത് നമ്മളെ അന്നേരം സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ മെയിനായിട്ട് ഒരു സത്താറാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ദുബൈയിൽ. സാമ്പത്തികമായിട്ട് 5,000 ദിറംസ് ഒരു ഗ്യാരണ്ടി. അന്ന് 5,000 ദിറംസ് ഒന്നുമില്ലാതെ നമ്മൾ കയ്യിൽ കൊണ്ടെത്തന്നു ആ സമയത്ത്. പിന്നെ ഒരു സിദ്ദീഖ് ഇവിടെ വാട്ടർ കമ്പനിയിലായിരുന്നു. ചെക്ക് കൊടുക്കണമായിരുന്നു, മാജിദ് വാട്ടർ സപ്പ്. അപ്പോൾ ഈ ചെക്ക് കൊടുക്കണം എന്ന സാധനം. അപ്പോൾ ഇയാൾ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ടിട്ട് എൻ്റെ കയ്യിൽ തരും കമ്പനി കൊടുക്കാൻ. ഏതോ നാട്ടിലുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അങ്ങനെയാണ് സമീറ ഇലക്ട്രിക്കൽസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു സ്ഥാപനം 2001 അജ്മാനിൽ സ്റ്റാർട്ട് ചെയ്തു. വളരെ കുറഞ്ഞ രീതിയിൽ ചെറിയ മട്ടത്തിൽ ഒരു ചെറിയൊരു ഷട്ടർ അവിടെ നിന്നാണ് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തത്. ഇന്ന് എത്ര ഷോപ്പുണ്ട്? ഇന്ന് 4 ഷോപ്പുണ്ട്. അത് പല പേരിലും പല പേരിലായിട്ട്. ഹാർഡ്വെയർ ഒരു ഷോപ്പുണ്ട്. ഒന്ന് ഹാർഡ്വെയറുടെ 3 എല്ലാ അജ്മാനുമായിട്ട് ചുറ്റപ്പെട്ട എല്ലാ. ഇവിടുത്തെ രാജഭരണം അവര് നമുക്ക് നൽകിയ സ്നേഹം, ഈ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഒരു സ്വദേശി ഒരു പക്ഷേ നമ്മളത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ അവർ കണ്ട് നമ്മളെ അഭിനന്ദിക്കുന്ന ഒരു വലിയ മനസ്സ് അതുണ്ട്. അവരത് ചിന്തിക്കുന്നില്ല. ഞങ്ങളെ കൂട്ടർ മാതിരിയല്ല, ഇവിടുത്തെ ആൾക്കാർ നിങ്ങൾ എത്ര ഉണ്ടാക്കി എന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെ അവർ ചിന്തിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇവിടെ നിൽക്കാൻ കഴിയില്ല. നമ്മൾ ഈ സ്ഥാപനം 4 സ്ഥാപനത്തിൽ 23 സ്റ്റാഫുണ്ട്. 23 സ്റ്റാഫിന്റെ കുടുംബങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് നാട്ടില്. അപ്പോൾ ഒരു കുടുംബം 4 ആളെ വെച്ച് കൂട്ടുമ്പോൾ അതന്നെ എത്രയേ. അതുപോലെ ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം പടച്ച തമ്പുരാൻ നമ്മുടെ മുമ്പിൽ കൊണ്ടു തന്നു. നമ്മളെ രണ്ടാളെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഹൈ ടോപ്പ് എന്നാവണമെന്നൊന്നുമില്ല. ഞങ്ങൾക്ക് കുറച്ചാൾക്ക് ജോലി വേണം, അവർ സുഖമായി ജീവിക്കണം, നമ്മൾ അത്യാവശ്യം ജീവിക്കണം. അപ്പോൾ ഈ ബാക്കിയുള്ള 4 ഷോപ്പുകളുണ്ട്, അതിൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മാനേജേഴ്സിനെല്ലാം ഒരു ഷോപ്പില് ഇരിക്കുന്നുണ്ട്, ഒന്നില് മുസമ്മിൽ ഇരിക്കുന്നുണ്ട്, പിന്നെ ഒന്നിൽ അനുജനുണ്ട്, പിന്നെ വേറൊരു ഷോപ്പിൽ ഇവന്റെ മാമനുണ്ട്. ഉണ്ട്. ഒരു ബിസിനസ് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു എംപ്ലോയി നിന്നാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും ഹാരിസ്ക്കാക്ക് അറിയായിരുന്നു. അത് തന്നെയായിരുന്നു ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ബിസിനസ്സായിട്ട് ഞാൻ യാതൊരു ബന്ധമില്ല. എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഇവന്റെ കീഴിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നതും ഇപ്പം പഠിച്ചോണ്ടിരിക്കുക. ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് പഠിച്ചോണ്ട് വരുമ്പോൾ പിന്നെ കൂടിക്കൊണ്ട് വരെയും സാധനങ്ങൾ. ഇപ്പൊ സന്തോഷം തന്നെയാണ്. സന്തോഷം. നന്ദി ആരോടാണ്? നന്ദി പഠിച്ചവനോട്. എന്നെ ഈ നിലയിൽ ഇരുത്തിയല്ലോ. നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ തന്നിട്ട് അതിന് വാക്കുകളില്ല. എനിക്ക് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ട് പഠിച്ചവരെ വരുത്തിച്ചിട്ടില്ല. വിവാഹം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിൽ തന്നെ. കുട്ടികൾ 5 ആള്. മൂത്തയാള് ജുമാന ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ ആൺകുട്ടി, 2 ആൺകുട്ടി, പിന്നെ 3ാമത്തെ പെൺകുട്ടി, പിന്നെ 5ാമത്തെ ആൺകുട്ടി. സന്തോഷമായൊരു കുടുംബജീവിതം. അതെ. ഒരു നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ രാജ്യം നമുക്ക് തന്നു. നമുക്കൊരു ഒരുപാട് നാളത്തെ 24 വർഷത്തെ ഒരു കഠിന പ്രയത്നം, ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു കാരണവശാലും ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത, അതാണ് ഏറ്റവും പ്രധാനം. എത്രത്തോളമായിരുന്നു സമീറ ഇലക്ട്രിക്കൽസിന്റെ വിശ്വാസത? അത് ആരോടായിരുന്നാലും
നമ്മളെടുക്കുന്ന സപ്ലൈസിൻ്റെ കൂടെ ആയിരുന്നാലും കസ്റ്റമേഴ്സിൻ്റെ കൂടെ ആയിരുന്നാലും നമ്മൾ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു അവരൊക്കെ ആയിട്ടുള്ള നമ്മൾ ആ സത്യസന്ധതയും വിശ്വാസതയും ബിസിനസ്സിൽ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? അത് തന്നെയാണ് ബിസിനസ് സഹായിച്ചത്. നമ്മുടെ സത്യസന്ധത, ആത്മാർത്ഥത, പിന്നെ എന്തെങ്കിലും കാര്യം കഴിയില്ല എന്നെങ്കിൽ കഴിയില്ല എന്ന് തന്നെ പറയും. അതായത് ചില ആൾക്കാർ വന്ന് ചില സാധനങ്ങൾ ഇപ്പം ക്രെഡിറ്റ് ആയിട്ട് ചോദിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടാണ്. ഇവിടെ അങ്ങനെ പല പരിപാടി ഉണ്ട് UAE എന്ന് പറഞ്ഞാൽ ചില കമ്പനി വർക്ക് ചെയ്യുന്നവർ വന്നിട്ട് ഇപ്പം നമ്മളൊരു 100 ദിറംസിന് സാധനം വാങ്ങിക്കും 500 ദിറംസിന് ഇൻവോയ്സ് വാങ്ങിക്കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരുപാട് പല പരിപാടികൾ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ കടയിലില്ല. 100 ദിറം എത്ര രൂപേൻ്റെ ബില്ലാണ് ആ ബില്ല്. അപ്പം അങ്ങനെ കൊടുത്തിട്ടുള്ള ബിസിനസ് വേണ്ട, സ്ട്രൈറ്റ് ആയിട്ട് ബിസിനസ്, മറ്റുള്ളവരെ പറ്റിച്ചുള്ള ബിസിനസ്, ഒരാളെ വേദനിപ്പിച്ചുള്ള ആ കസ്റ്റമർ പോയാലും സാരമില്ല. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമർ നമ്മൾ വെറുപ്പിച്ചതിന് ചിലപ്പോൾ അവന്റെ അണ്ടറിലുള്ള അറബികളെ ചിലപ്പോൾ കൊണ്ടുവരില്ല. കാരണം അവന് അതിൽ ലാഭമില്ല. എന്നിരുന്നാലും നമുക്ക് അതിന്റെ പ്രോഫിറ്റ് വേണ്ട. അത് തീരുമാനം അങ്ങനെയാണ്. അതാണ് സാധാരണ ഒരു ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, ഒരു ഇലക്ട്രിക്കൽസ് ആയിക്കോട്ടെ, ഒരു ഹാർഡ്വെയർ ഷോപ്പ് ആയിക്കോട്ടെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീഡിയേറ്റേഴ്സ് ഉണ്ടാവും. ഇതേപോലെ പറഞ്ഞവര് ബില്ല് മാറ്റി എഴുതി കൊടുക്കുക, പിന്നെ സാധനം വർക്കിന് കൊണ്ടുപോയിട്ട് ബാക്കി സാധനം തിരിച്ചു കൊണ്ടുവരിക. ആ സാധനം ആരതായിരിക്കും നമുക്കറിയാം. കാരണം അതിന്റെ ഓണർ അറബിയാണ്. അറബിനെയും കൂട്ടി വന്ന് സാധനം വാങ്ങിക്കും. ഈ സാധനം കൊണ്ട് വർക്ക് ചെയ്തതിന് ഈ കൊണ്ടുപോയി ഈ പൈ മാത്രം പിന്നെ വരിക. അപ്പോൾ നമ്മൾ പറയും അറബിനെ കൂട്ടിയിട്ട്. കാരണം നമ്മൾ കമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അറബിൻ്റെ അല്ല. ചെറിയ സാധനങ്ങൾ അറബിയെ വീട്ടിലിടും. അപ്പോൾ അത് ഇവൻ പറയുക എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് എന്തെങ്കിലും തന്നെ, എന്തെങ്കിലും പകുതിയോ എന്തെങ്കിലും തന്നെ വേണ്ട. ഇതുവരെ അങ്ങനത്തെ രീതിയിൽ ഇതുവരെ ചെയ്തിട്ടില്ല ഇന്ന് വരെ. അതാണ് ഈ വിജയത്തിന്റെ പ്രധാന കാരണം. സത്യസന്ധമായ മനസ്സിൽ വിചാരിക്കുന്നത് അതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികൾ നമ്മുടെ മാതാപിതാക്കളാണ്. അതെ അതെ. കാരണം വാപ്പാടെ കടയിലൂടെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ്. എത്രത്തോളമാണ് ഹാരിസിക്കാടെ ജീവിതത്തിൽ ഇന്ന് അവരെ ഓർക്കുന്നത്? കാരണം ഒരുപാട് ദിവസം ഉമ്മാനെ പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും കണ്ടെന്നോളം വരും. ഞാൻ ഇവിടെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ പൈസ നാട്ടിലേക്കുള്ളത് അയച്ചിട്ട് എൻ്റെ ഇവിടുത്തെ ചിലവിന് ഞാൻ പൈസ എടുക്കും ഇന്നും. അത് ഉമ്മാൻ്റെ അയച്ചു തന്നെ എനിക്കൊരു അത് അയക്കാൻ എന്തെങ്കിലും തിരക്കുകൊണ്ട് ചിലപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് പൈസ ഉണ്ട്. പക്ഷെ അയക്കാൻ ചിലപ്പോൾ 1-2 ദിവസം ലേറ്റായി പന്തി പറ്റിക്കഴിഞ്ഞാൽ അന്ന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാക്കി. എൻ്റെ ഒരു അനുഭവമാണ്. പൈസ അയക്കാൻ ലേറ്റായി 5-ാം തീയതി കഴിഞ്ഞ് പോയാൽ അന്ന് എന്തെങ്കിലും സംഭവിക്കുന്നൊരു ഇതാണ്. എന്തെങ്കിലും ഒന്നുണ്ട് അത് അയച്ചത് എന്തെങ്കിലും തിരക്കുമുണ്ട്. എന്ത് പെട്ടെന്ന് വിട്ടു. തറവാട്ടിലാണോ? അല്ല, വീടൊക്കെ എടുത്തു. വീടും മാക്ക് വീടെടുത്തു. എല്ലാ പങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞു. 5 കല്യാണം കഴിഞ്ഞു. 5 ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്. സന്തോഷമായിട്ട് കഴിയുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടാണ്. കാരണം വളരെ കഷ്ടപ്പെട്ട് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടി നമ്മളെ വളർത്തി. അതാണ് നമ്മുടെ സങ്കടം ഒന്നുള്ളത്. എനിക്ക് അതെപ്പോഴും ഓർക്കാൻ കഴിയാത്തത്. എൻ്റെ ഉപ്പാക്ക് ഇതൊന്നും കാണാനുള്ള ഭാഗ്യമില്ല. എൻ്റെ ഉപ്പ മരിച്ചു. ഉപ്പ ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ ഉപ്പയെ ദുബൈയിൽ അയച്ചത് നിർബന്ധിച്ചിട്ട്. പക്ഷെ ഞാൻ നന്നാകുമ്പോഴേക്കും ഉപ്പ മരണപ്പെട്ടു. അതിലുള്ളൊരു ഇപ്പോഴും ഇങ്ങനെ ഞാൻ ഓർക്കും. ഇതൊന്നും കാണാനൊന്നും കണ്ടില്ല. സ്റ്റാർട്ടിങ് പോലും കണ്ടില്ല. നന്നായി വരുന്ന സ്റ്റെപ്പ് പോലും ഇപ്പൊ കണ്ടില്ല. മുസമ്മിൽ ഖാന്റെ ഉപ്പ ചെറുപ്പത്തിലേ മരിച്ചു. ഉമ്മ ആണ് ഏറ്റവും അതില്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് പറയാൻ വാക്കുകളില്ല. എന്ത് പറഞ്ഞു അതിന് പുഴത്തൊന്നും എനിക്കറിയില്ല. അത്രയും നന്നായിട്ട് എൻ്റെ ഉമ്മ എന്നെ നോക്കിയിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ വെച്ചാൽ വൃദ്ധസാധനങ്ങൾ ഏറി വരുന്ന ഒരു നാടാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ സമയമില്ലാത്ത മക്കളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഹാരിസ്ക പറഞ്ഞത് എൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുമെന്ന് പറയുന്നത്. അത്രയും മാതാപിതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ മുൻ തലമുറ ഇന്നത്തെ തലമുറ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോൾ നമ്മളൊരു പഠിച്ച സഹായിക്കട്ടെ, അങ്ങനൊരു പരിപാടി നമ്മളൊരു പദ്ധതി ഉണ്ട്. വൃദ്ധസദനമല്ല, എവിടെയെങ്കിലും വൃദ്ധസദനയിൽ എവിടെയെങ്കിലും ഒരു 10 നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ വൃദ്ധരായ ആൾക്കാരെ ദത്തെടുക്കുക. അവർക്കുള്ള എക്സ്പെൻസ് കമ്പനി നയിച്ചു കൊടുക്കുക. അതാണ് അങ്ങനെ നമ്മൾ നിറവേറ്റി തരുമാണ്. കാരണം ഒരു നല്ല സൽപ്രവൃത്തി ചെയ്യുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും എപ്പോഴും ഉണ്ട്. വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഉപ്പാന്റെ പങ്ങളമാള് മുറപ്പെണ്ണ. കുട്ടികള് 3 പേര്. മൂത്തത് മോള് ഇവിടെ പഠിക്കുന്നു, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ആർക്കിടെക്റ്റിന് പഠിക്കുന്നു.
രണ്ടാമത്തെ മോന് 7ാം ക്ലാസ്, പിന്നെ ഒരു മോള്. സന്തോഷമായ ഒരു കുടുംബജീവിതം മുസമ്മിൽക്ക പോലെ. അത് തന്നെയാണ് ബിസിനസ്സിൽ ഒരു വലിയ വിജയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. അതെപ്പോഴും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പ്രചോദനം. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യാനാണ് ഹാരിസക്ക ഉദ്ദേശിക്കുന്നത്? കാരണം ഇപ്പോൾ ഒരു ബിസിനസ് ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ 4 ഷോപ്പിലെത്തി. ഇനി ഒരുപാട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഖത്തറിലേക്കൊന്ന് ചുവട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. മനസ്സിലായി. ബിസിനസ്സിന് ഒരു വിസിറ്റ് ചെയ്തു. ഇപ്പം അവിടെ ഇപ്പം വേൾഡ് കപ്പ് ഒക്കെ വരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ രംഗം സജീവമാണ്. അപ്പോൾ അവിടെ ബിസിനസ് ആയിട്ടല്ല, ഒരു കോൺട്രാക്ടിങ് കമ്പനി തുടങ്ങാന്നുള്ള ഉദ്ദേശം. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം. അതിന് നമ്മളെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, കുറേ എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ട്, ഇറാഖികളൊക്കെ ഉണ്ട് നമ്മളെ പരിചയമുള്ള. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ ഉണ്ട് ഇപ്പം ഉണ്ട്. ഈ ഒരു മേഖലയിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ എന്ന് പറയുന്ന ബിസിനസ് രംഗത്തേക്ക് ഒരു കോമ്പറ്റീഷൻ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ്. ഈ കോമ്പറ്റീഷന് നമ്മൾ അൺഹെൽത്തിയും ഹെൽത്തിയും എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാൻ സാധിക്കും? അല്ല, ഇപ്പോൾ നോക്കിയാൽ എല്ലാ സാധനവും ക്വാളിറ്റി ഉള്ള സാധനം ഇല്ല എന്ന് തന്നെ പറയും. അതാണ് സത്യം. ചൈന മാർക്കറ്റിൽ കീഴടക്കി കഴിഞ്ഞു. അതായത് മുമ്പ് ജർമ്മനിയിൽ നിന്നും സ്പെയിനിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്ന സാധനം ആ കമ്പനി തന്നെ ചൈനയാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് അവർ ഫാക്ടറി. ഇപ്പോൾ എല്ലാവർക്കും ചൈനയുടെ പ്രോഡക്റ്റ് മതി. ആ ഒരു അവരുടെ പേര് മതി. സോണി, ജസ്റ്റ് പേര് പറയും, സോണി മതി. അത് എവിടെ നിന്ന് എന്നില്ല, ചൈന. അപ്പോൾ സംഭവം ഇപ്പോൾ ഒരുവിധ എല്ലാവർക്കും അറിയാം, അത് ചൈനയുടെ സാധനം എന്ന് അറിയാം. പക്ഷെ പേര് നോക്കിയിട്ട് ബ്രാൻഡ് നോക്കിയിട്ടാണ് ആൾ വാങ്ങിക്കുന്നത്. ജീവിതം എന്ന് പറയുന്ന വലിയൊരു യാത്രയാണ്. നമ്മുടെ ഈ ടൈറ്റിൽ പറയുന്ന പോലെ സഫലമീ യാത്ര. ഈ യാത്ര സഫലമാണോ? ആണ്. മുസമ്മിൽക്ക 100% ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലായിട്ട് പടച്ചതമ്പുരാൻ നമുക്ക് നന്ദി അള്ളാഹുവിനോട് മാത്രം. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ച് തന്നതിൽ ഹാരിസക്കാക്കും മുസമ്മിൽക്കാക്കും ഒരുപാട് നന്ദി. ഇനിയും നമ്മൾ ഒരുപാട് കാര്യം, ഇതൊരു നല്ല മെസ്സേജുകളാണ്. നമ്മുടെ വേദനകളെ, നമ്മൾ വന്ന കഷ്ടപ്പാടുകളെ അത് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഏറ്റവും വലിയ സന്ദേശമാണ്. ഇനി ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.